الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സത്യകർത്താവും സർവ്വലോക നിയന്താവും സർവ്വനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് തഖ്വയിലധിഷ്ഠിതമായി മുന്നോട്ട് പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമയമാണ് നമ്മുടെ ജീവിതം. അതിവേഗം കടന്നുപോകുന്ന സമയത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ എത്ര പേർ ബോധവാന്മാരാണ് എന്നതൊരു ചോദ്യമാണ്. പുതിയൊരു വർഷത്തിലേക്ക് ഹിജ്റ കലണ്ടർ പ്രകാരം മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല പറഞ്ഞതുപോലെ അള്ളാഹു ഹിജ്റയുടെ അല്ലെങ്കിൽ അള്ളാഹു ഹിജ്റ വർഷത്തെ, അതിന്റെ തുടക്കത്തെയും അതിന്റെ ഒടുക്കത്തെയും ഏറ്റവും മഹനീയമായ അഫ്ദലായ മാസങ്ങൾ കൊണ്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. ദുൽഹിജ്ജ എന്ന മഹത്തായ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ മഹത്വവും അതിന്റെ നേട്ടങ്ങളും ആ സന്ദർഭത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഇബാദത്തുകളുമൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ആ ദുൽഹിജ്ജയിലൂടെ ഈ ഹിജ്റ മാസം അല്ലെങ്കിൽ വർഷം സമാപ്തി കുറിക്കുമ്പോൾ മുഹറം എന്ന മഹനീയമായ മാസത്തിലൂടെയാണ് അള്ളാഹു അതിന് ആരംഭം കുറിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. മറ്റു മാസങ്ങൾക്ക് അള്ളാഹു മഹത്വം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും 4 മാസങ്ങളെ അള്ളാഹ് ശ്രദ്ധേയമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ മാസങ്ങൾ 12 യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽക്കേ അങ്ങനെ തന്നെയാണ്. മിൻഹ അർബഅത്തുൻ ഹുറും. അതിൽ 4 ഏറെ മഹനീയമാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ വിശദീകരിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാലചക്രം കറങ്ങുന്ന അന്ന് മുതൽക്കേ മാസം 12 അതിൽ 4 ഹുറുമാണെന്നും 3 ഒരുമിച്ച് വരുന്ന ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും അതുപോലെ മറ്റൊന്ന് റജബുമാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാസത്തിൽ കഴിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഒരുപാട് ചിന്തകൾ, നമ്മുടെ പ്രായം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും നമ്മുടെ കാലം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ടതാണ്. ഓരോ പുതുവർഷത്തിൽ നമുക്ക് ജനുവരിയാണ് പലപ്പോഴും നമ്മൾ പുതുവർഷമായിട്ട് നമ്മുടെ മനസ്സിൽ കാണാറുള്ളത്. കാരണം നമ്മൾ അങ്ങനെയാണ് സൂര്യവർഷപ്രകാരമുള്ള കലണ്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ആ സമയത്താണ് നമ്മുടെ ചിന്തകൾ ഉണ്ടാകാറുള്ളത്. പക്ഷെ നമ്മുടെ ആരാധനകളും നമ്മുടെ മറ്റെല്ലാതും കുടികൊള്ളുന്നത് ഹിജ്റ കലണ്ടർ പ്രകാരമാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ ഒരു വർഷം കഴിഞ്ഞുപോയി എന്ന ചിന്ത നമ്മിലുണ്ടായിരിക്കണം. അതോടൊപ്പം ഈ മുഹറം മാസത്തിന്റെ മഹത്വം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം, പവിത്രമാക്കപ്പെട്ട മാസത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട പവിത്രതയും സൂക്ഷ്മതയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ സ്വഹാബിമാരും
വർഷങ്ങൾ തുടങ്ങാൻ ഈ മാസത്തെ മുഹറത്തിനെ നിശ്ചയിച്ചപ്പോൾ ഈ മാസത്തിന് ചില മഹനീയമായ പ്രത്യേകതകൾ കൽപ്പിച്ചുകൊണ്ടാണ്, അത് ഉള്ളതുകൊണ്ടാണ് മുഹറത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാസം എന്നാണ് ഹദീസിൽ ഈ മാസത്തെ പരിചയപ്പെടുത്തിയത്. ഒരു വസ്തുവിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ ആ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള മഹത്വം, അത് ചേർത്തി പറയപ്പെടുന്ന വസ്തുവിന്റെ മഹത്വത്തെ ഉയർത്തിക്കാണിക്കുന്നു എന്നത് പണ്ഡിതന്മാർ പൊതുവായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ ഇങ്ങനെ കാണാം: അഫ്ളു സിയാം ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമദാനിലെ നോമ്പിന് ശേഷം പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണ്. അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈൽ. ഫർദ് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് സ്വലാത്തുൽ ലൈലാണ്, രാത്രി നമസ്കാരമാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ, അയാളെ നമ്മൾ പ്രീതിപ്പെടുത്താൻ എങ്ങനെയാണ് ശ്രമിക്കാറുള്ളത്? അയാൾക്കിഷ്ടമുള്ള, അയാൾ മഹത്വം കൽപ്പിക്കുന്ന കാര്യങ്ങളെ മഹത്വവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് അള്ളാഹ് മഹത്വം കൽപ്പിച്ച ദിവസത്തെ, സമയത്തെ, മാസത്തെ, സ്ഥലത്തെ, പ്രവർത്തനങ്ങളെ, സ്വഭാവങ്ങളെ, അതിനൊക്കെ മഹത്വം കൽപ്പിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പരിശ്രമം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. അള്ളാന്റെ മാസം എന്ന് പറയുമ്പോൾ ആ ഒരു പവിത്രത അതിനുണ്ട്. രണ്ടാമത്തേത് അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണ് എന്ന് പറഞ്ഞതിൽ എടുത്ത് പറഞ്ഞ മാസമാണ് ഈ ഒരു മുഹറം മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പവിത്രത കൽപ്പിച്ചു എന്നതിന്റെ രണ്ടാമത്തെ ഒരു മഹത്വമാണ്. മൂന്നാമത്തെ കാര്യം, ഈ മാസത്തിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകാൻ പാടില്ല. ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് പടച്ച റബ്ബ് നിരോധിച്ചിരിക്കുന്നു എന്നത് ഈ മാസത്തിന്റെ പരിപാവനതയാണ്. ധാർമ്മികതക്ക്, മനുഷ്യത്വത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഈ മാസത്തിൽ ഉണ്ടാകാൻ പാടില്ല. നാലാമത്തെ കാര്യം, ഹിജ്റയുടെ പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ ആരംഭിച്ച മാസമാണ്. ചരിത്രത്തിൽ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടത്തിയ നിരവധി ത്യാഗോജ്വലമായ മുന്നേറ്റങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് ഹിജ്റ എന്ന് പറയുന്നത്. സ്വദേശം വിട്ട്, സമ്പത്ത് വിട്ട്, കുടുംബം വിട്ട്, വീടും നാടും വിട്ട് ഹിജ്റ പോവുക എന്നത് വലിയൊരു ത്യാഗം തന്നെയാണ്. ആ ഒരു ത്യാഗ സന്നദ്ധതക്ക് സഹാബത്ത് സമാരംഭം കുറിച്ചത് യഥാർത്ഥത്തിൽ മുഹറത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചത് മുഹറത്തിലാണ് എന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ഈ മാസത്തിന്റെ ഒരു പരിപാവനതയും പവിത്രതയുമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അഞ്ചാമത്തെ ഒരു മഹത്വം എന്ന് പറയുന്നത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മാസമാണ് യഥാർത്ഥത്തിൽ മുഹറം മാസം എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോ ഫറഅൽ യഹൂദ് തസൂമു യൗമ ആശൂറ, അവര് മുഹറം 10 ദിവസം നോമ്പ് നോൽക്കുന്നത് അവിടെ നിന്ന് കാണുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ, ഇതെന്താണ്? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഈ ദിവസം മഹത്തരമായൊരു ദിവസമാണ്, നല്ലൊരു ദിവസമാണ്. ഹാദാ യൗമുൻ നജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസാമഹു മൂസ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായീലിനെ അവരുടെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷപ്പെടുത്തിയ മാസമാണ്. അതും വലിയൊരു ത്യാഗമാണ്. ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്വദേശം വിട്ട് യാത്ര പുറപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയും ബനു ഇസ്രായേലും ചെങ്കടലിന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോഴാണ് ഫിർഔനും കൂട്ടരും മണത്തറിഞ്ഞ് അവിടെ പിന്നാലെ കൂടിയത്. വളരെ അത്ഭുതകരമായ നിലക്ക് സദാസമയം വെള്ളം നിറഞ്ഞു കിടക്കുന്ന സമുദ്രത്തെ രണ്ടായി പിളർത്തി ഉണങ്ങിയ വഴി ഉണ്ടാക്കി അതിലൂടെ ബനു ഇസ്രായേലിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ നന്ദിയായി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോറ്റു. അപ്പോൾ ഞങ്ങളും ഈ ദിവസം നോമ്പ് നോൽക്കുകയാണെന്ന് യഹൂദികൾ, മദീനയിലെ ജൂതന്മാർ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും, മൂസ നിങ്ങളെക്കാളും മൂസയോട് കടപ്പെട്ടവൻ ഞാനാണ്. ആ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ കത്തിച്ചു വെച്ച ദീപശിഖ, അത് കത്തിച്ചു വെക്കാൻ അതിന്റെ പൂർത്തീകരണത്തിന് അള്ളാഹു നിയോഗിച്ചയച്ച ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാളും മൂസാ നബിയുമായി അടുത്തവൻ ഞാനാണ്. സ്വാമഹു വ അമറ ബിസിയാമിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ആശൂറ ദിനത്തിൽ മുഹറം 10 നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു. അവിടുന്ന് നോമ്പ് നോൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൂടെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരു മാസം. ആ മൂസയോടുള്ള കടപ്പാട് ഏറ്റവും കൂടുതലുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അതുപോലെ തന്നെ നമുക്കുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും പ്രവാചകനെ അനുധാവനം ചെയ്തവർക്കുമാണ്. മക്കയിലുള്ള എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെട്ടത്
ജൽപ്പിച്ചിരുന്നത് ഞങ്ങളാണ് മില്ലത്ത് ഇബ്രാഹിമിൽ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തർക്കത്തിനിടയിൽ തീർപ്പ് കൽപ്പിച്ച് ആയത്തിറക്കി. മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബിയുമായിട്ട് ഏറ്റവും അടുത്തവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികളുമാണ് എന്ന് ഖുർആൻ തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. ലോകത്ത് കടന്നു വന്ന ഒരുപാട് പ്രവാചകന്മാർ, ഈസാ നബിയോട് ഏറ്റവും കൂറുള്ളവർ, കൂറ് കാണിക്കേണ്ടവർ, കൂറ് പുലർത്തുന്നവർ, ഈസാ നബി അങ്ങേറ്റം സ്നേഹിക്കുന്നവർ നമ്മളാണ്. ആ ഒരു പാത പിൻപറ്റി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമുക്ക് ഈസാ നബി നബിയാണ്, മൂസാ നബി നബിയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെല്ലാം നബിയാണ്. അവരുടെ മാർഗത്തെ അനുധാവനം ചെയ്യേണ്ടവരാണ്, അവരെ സ്നേഹിക്കേണ്ടവരാണ്. അല്ലെ, ഏറ്റവും കടപ്പാടുള്ളത് നമുക്കാണ്. ആ കടപ്പാട് പൂർത്തീകരിക്കപ്പെടുന്ന മാസമാണ് യഥാർത്ഥത്തിൽ മുഹറം എന്ന് പറയുന്നത്. അത് ഈ മാസത്തിന്റെ ഒരു മഹത്വമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്. മാത്രവുമല്ല, റമദാൻ കഴിഞ്ഞാൽ മുഹറം മാസത്തിലെ നോമ്പുകൾക്കാണ് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുള്ളതെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പ്, ആ നോമ്പാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മഹത്വമുള്ള നോമ്പ്. മുഹറം 9ഉം 10ഉം ദിവസങ്ങളിലെ പ്രത്യേകമായ നോമ്പ്, അതിന് വലിയ പുണ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. സിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹ. കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ ചെറുപാപങ്ങൾ പൊറുക്കാൻ ഒരു ദിവസം നോമ്പ് നോറ്റാൽ മദീനാണ്. അത് ആശൂറ നോമ്പിന്റെ മഹത്വമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റത് മുഹറം 10ന്റെ നോമ്പാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടെ പറയുകയുണ്ടായി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ 9നും നോമ്പെടുക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഹമ്മബി, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ സുന്നത്താണ്. അവിടുത്തെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, അതോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, അത് യഥാർത്ഥത്തിൽ നമുക്ക് സുന്നത്താണ്. അപ്പോൾ യൗമു ആശുറാവും അതുപോലെ തന്നെ താസുആവും മുഹറം 9ഉം 10ഉം യഥാർത്ഥത്തിൽ നമുക്ക് ഏറെ പുണ്യകരമായിട്ടുള്ള നോമ്പിന്റെ ദിവസമാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. മുഹറത്തെ, അള്ളാഹു ആദരിച്ച മാസത്തെ നമ്മൾ ആദരിക്കുക. ആ മാസത്തിൽ ദീനിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള അദ്കാറുകളും അതുപോലെ തന്നെ ഇബാദാത്തുകളും എല്ലാമായിട്ട് പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ വിശ്വാസം അത് കളങ്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് മഹത്വമുള്ള മാസം ഏത്, അല്ലാത്തത് ഏത് എന്നതൊന്നൊരു വലിയ വിഷയമാവുകയില്ല. പടച്ചവനും പടച്ചവന്റെ ദീനിനും അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾക്കൊന്നും വലിയ ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുകയില്ല. കാരണം അന്ധവിശ്വാസമായിരിക്കും അവരെ മതിക്കുക. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസികൾ അവരുടെ ആരാധനകളിലും അവരുടെ ഇബാദാത്തുകളിലും മാത്രമല്ല, അവർക്ക് വലിയ ഒരു അപജയം സംഭവിച്ചത് ഈ മുഹറം മാസത്തിലുമാണ്. ഷിയാക്കളുടെ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലും ചില കലണ്ടറുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മുഹറം നഹ്സിന്റെ മാസമാണ്, ദുശ്ശകുനത്തിന്റെ മാസമാണ്. ചില ദിവസങ്ങളും ചില മാസങ്ങളും ചില വർഷങ്ങളും ഈവൻ വെള്ളിയാഴ്ച ദിവസം പോലും നഹ്സായിട്ട് കണക്ക് കൂട്ടുന്ന ചില കലണ്ടറുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കറയില്ലാത്ത കറകളഞ്ഞ അനുയായികൾ ഞങ്ങളാണെന്ന് ജൽപ്പിക്കുകയും സ്വന്തം പേരിന്റെ ചാരത്ത് അത് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉടുക്കാനും പുതക്കാനും ഒക്കെ പലപ്പോഴും അവർ എടുക്കുന്നത് ഷിയായിസത്തെയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ മുഹറം മാസത്തിൽ ഒരുപാട് ശകുനങ്ങൾ കാണുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അന്ന് കല്യാണം പാടില്ല, വീട് പണി പാടില്ല, അന്ന് മഹത്വമുള്ള കാര്യങ്ങൾ പാടില്ല, യാത്ര പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നദ്ദഹ്റ ബിയദിൽ അംർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈകളിലാണ് കാലത്തിന്റെ ഒക്കെ നിയന്ത്രണമുള്ളത്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ രാത്രിയെ പകലാക്കും, പകലിനെ രാത്രിയാക്കും. അവർക്ക് പടച്ചോന്റെ അടുത്താണ്. ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ. ഒരാൾ ജനിച്ചു, ഒരാൾ മരിച്ചു, അതിനനുസരിച്ച് ഈ പ്രകൃതി അല്ലെ, ഒരാൾ മരിച്ച അന്ന് ഒരു മഴ പെയ്താൽ ആൾക്കാർ പറയും പ്രകൃതി വരെ കരഞ്ഞുപോയി അയാൾ മരിച്ച ദുഃഖത്തിൽ. അങ്ങനൊന്നുമില്ല. ഇബ്രാഹിം മരിച്ചപ്പോൾ അല്ലെ, അന്തരീക്ഷത്തിലുണ്ടായ മാറ്റത്തിന്റെ പേരിൽ സഹാബത്ത് അങ്ങനെ പറഞ്ഞു പോയപ്പോൾ റസൂലുള്ളാഹി മരണ വീട്ടിൽ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞത് ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ല, സൂര്യനും ചന്ദ്രനും പടച്ചവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ആരുടെയും ജനനത്തിന്റെയോ മരണത്തിന്റെയോ ഭാഗമായിട്ട് അതിന് ഗ്രഹണം ബാധിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഈ നഹ്സ് എന്ന് പറയുന്ന ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എല്ലാ ദിവസവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും മഹത്വമുള്ള ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം ചൊവ്വില്ലാത്ത ദിവസം അങ്ങനെ ഒന്നില്ല.
അന്നൊരു പ്രത്യേക യാത്രക്ക് പറ്റില്ല, അന്നൊരു നല്ല കാര്യം തീരുമാനിക്കാൻ പാടില്ല, അതൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ചില നമ്പറുകൾക്കും ചില ഡേറ്റുകൾക്കും ചില ദിവസങ്ങൾക്കൊക്കെ ഒരുപാട് വിശ്വാസങ്ങൾ വെച്ചു പുറത്തുന്നുണ്ട്. അതൊരിക്കലും നമ്മുടെ വിശ്വാസമല്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ അവിടുത്തെ അറബികളുടെ വിശ്വാസമായിരുന്നു. തങ്ങൾക്ക് വല്ല അപകടങ്ങൾ സംഭവിച്ചാൽ അവര് കാലത്തെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക. കാലത്ത് കുറ്റപ്പെടുത്തും. അത് ഇന്നതുകൊണ്ടാണ് സംഭവിച്ചത്, സമയം മോശമായതുകൊണ്ട് ആണ് സംഭവിച്ചത്, അത് കറുത്ത പൂച്ച കുറുകെ ഓടിയതുകൊണ്ടാണ് സംഭവിച്ചത്, അത് ഇന്ന മാസവും ദിവസവും ആയതുകൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു സംഭവമില്ല. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എല്ലാം നടക്കുന്നത്. നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളെ മരണം സംഭവിക്കും. നിങ്ങൾ ചൊവ്വാഴ്ച യാത്ര ഒഴിവാക്കിയാലും കരികുത്തിന്ന് മരിക്കും. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമില്ല. മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്കൊരു ഹസനത്ത് ബാധിക്കുണ്ടോ അത് അള്ളാന്റെ അടുത്തുനിന്നാണ്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്. നിങ്ങൾക്ക് വല്ല മുസീബത്തും ബാധിക്കുന്നുണ്ടോ അതും അവന്റെ പക്കൽ നിന്നുള്ള പരീക്ഷണമാണ്. അള്ളാഹു നൽകുന്ന റഹ്മത്ത് പരീക്ഷണമാണ്. അവൻ നമുക്ക് നൽകുന്ന മുസീബത്തുകൾ നമ്മുടെ ക്ഷമയെ പരിശോധിക്കാൻ വേണ്ടിയാണ്. ഖുർആൻ എത്ര സ്ഥലത്താണ് പറഞ്ഞത്, വമാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബി മിൻ ഖബ്ലി അൻ നബ്റഅഹ. പടച്ചോന്റെ കിതാബിൽ അവൻ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ജീവിതം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ ഖദാ, അതിലുള്ള വിശ്വാസം നമ്മൾ ദൃഢമാക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ബാക്കി പടച്ചറബിൽ തവക്കുലാക്കുകയും പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാന്നല്ലാതെ ദുശകുനങ്ങൾ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ജൂതന്മാരുടെയും അതുപോലെ തന്നെ വഴിപിരിഞ്ഞ സത്യനിഷേധികളുടെയും ഒക്കെ ഒരു വിശ്വാസമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. സൂറത്ത് തൗബയുടെ 37-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് അള്ളാഹുവിലാണ് അഭയമുള്ളത്. ഏതെങ്കിലും കാര്യത്തിൽ ദുശകനം കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കണി കാണലുകൾ അല്ലെങ്കിൽ ഈ ജന്തുക്കളുടെ ശബ്ദത്തിൽ മറ്റ് എന്തെങ്കിലും വിശ്വാസം, ജന്തുക്കൾ കുറുകെ ഓടുമ്പോൾ എന്തെങ്കിലും വിശ്വാസം, അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പ്രത്യേകിച്ച് ഈ മഹത്തരമായ മുഹറം മാസത്തെ അനാദരിക്കുന്ന ഒരു തരത്തിലുമുള്ള രീതിയും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. നഹ്സ് വിശ്വാസം അതിനോടുള്ള അനാദരവാണ്. അതുപോലെ തന്നെ ഷിയാക്കൾ പലപ്പോഴും ഈ ഒരു മാസത്തിൽ പലതരത്തിലുമുള്ള സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള പല ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ട്. അതൊന്നും ഒരിക്കലും ഇസ്ലാമികമല്ല. ഇസ്ലാമിന്റെ പേര് പറഞ്ഞു എന്നതുകൊണ്ട് ഇസ്ലാം ആവുകയില്ല. ഇസ്ലാം ആകണമെങ്കിൽ അതിന് കൃത്യമായ തെളിവും സ്വഹാബത്തിന്റെയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മാതൃകയുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കാര്യം ഇസ്ലാം ആകുന്നത്. എന്ത് ജൽപ്പിക്കുമ്പോഴും അതിന് നമ്മൾ ചോദിക്കേണ്ടത്, ഉസ്താദെ എന്താണ് അതിന് തെളിവായിട്ടുള്ളത്? ഹദീസുണ്ടോ, ആയത്തുണ്ടോ? ഏത് പണ്ഡിതന്മാരാണ് അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചത്? സ്വഹാബത്ത് മുഹറം മാസത്തെ നഹ്സായി കണ്ട് എന്തെല്ലാം മാറ്റിവെച്ചിരുന്നു, അതിനുള്ള തെളിവുകൾ കൊണ്ടുവരൂ എന്നാണ് ഏത് കാര്യം ചോദിക്കുമ്പോഴും നമുക്ക് ചോദിക്കാനുള്ള അടിസ്ഥാനമാണ്. മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും എങ്ങനെയാണോ കഴിഞ്ഞുപോയത്, എങ്ങനെയാണോ ദീനിനെ കണ്ടത്, അങ്ങനെ കാണുമ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കർമ്മത്തെ നന്നാക്കി മുന്നോട്ട് പോവുക. പരിപാവനമായ മുഹറം മാസത്തിന് ഉള്ള മഹത്വം മനസ്സിലാക്കി ആ മാസത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഇബാദത്തുകൾ, പ്രത്യേകമായിട്ടുള്ള നോമ്പുകൾ, ആ ഡേറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് മറന്നു പോകാതിരിക്കുക. കുടുംബസമേതം ആ ദിവസങ്ങൾ നമ്മൾ നോമ്പ് നിൽക്കുക. പടച്ചറബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുക. സഹോദരങ്ങളെ, മുഹറം മാസത്തെ വർഷത്തിന്റെ ആരംഭം കുറിക്കാൻ വേണ്ടി ചർച്ച ചെയ്തപ്പോൾ ഹിജ്റയാണ് സഹാബത്ത് അവിടെ കാരണമായിട്ട് എടുത്തു പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിലൊരു നിയമമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഉള്ളിലുണ്ടാകുന്നൊരു ഭീതിയാണ് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്നുള്ള ഭീതി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യാനുഭവം ഉണ്ടായി. വറഖത്ത് ബിൻ നൗഫൽ എന്ന പുരോഹിതന്റെ അടുക്കൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയെയും കൊണ്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, താങ്കൾ പ്രവാചകത്വത്തിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. താങ്കളുടെ അടുക്കൽ വന്നത് മൂസാ നബിയുടെ അടുക്കൽ വന്ന നാമൂസ്, അതായത് ജിബ്രീലാണ്. ലതുകദ്ദബന്ന വലതുഅദിയന്ന വലതുഖറജന്ന മിൻ അർദിക, താങ്കളുടെ നാട്ടുകാർ കളവാക്കും, താങ്കളെ നാട്ടുകാർ ഉപദ്രവിക്കും, നാട്ടിൽ നിന്ന് താങ്കളെ പുറത്താക്കും. കളവാക്കുമെന്നും അതുപോലെ തന്നെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര ഹേർട്ടായില്ല. പക്ഷേ താങ്കളെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുമോ? സ്വന്തം ദേശം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വല്ലാത്തൊരു ആത്മബന്ധമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ പ്രബോധനവുമായിട്ട് ഈജിപ്തിലേക്ക് തിരിച്ചു വന്നപ്പോ ഫിർഔൻ പറഞ്ഞു, ഇത് മാരണമാണ്, ഈ മാരണവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മൂസ നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾക്കൊന്ന് ഇളകി.
കാരണം ദേശത്തോടുള്ള ആ ഒരു കൂറ് അതിന്റെ ഇന്നും രാജ്യത്തെ അട്ടിമറിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ജൽപ്പിക്കുന്നത് ദേശീയതാവാദമാണ്. അല്ലെ, ഇന്ത്യ എന്ന രാജ്യം ഇന്നതാണ്, അത് തിരിച്ചു പിടിക്കണം, അത് ഇന്നയാളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്നൊക്കെയുള്ള ദേശീയതാവാദത്തിലൂടെയാണ് തങ്ങളുടെ അനുയായികളെ തീവ്രവൽക്കരിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവനാണ്. ആ നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയുണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും. മക്ക വിട്ടു പോകുമ്പോൾ ആ മക്കയുടെ ഒരു പിടി മണ്ണെടുത്ത് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കുണ്ട്, എനിക്കറിയാം ഈ ഭൂമിയിൽ ഏറ്റവും നല്ല മണ്ണ് നീയാണ്, പടച്ചറബിന് പ്രിയപ്പെട്ട മണ്ണ് നീയാണ്, പക്ഷേ നിന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ മാ ഖറസ്തു മിൻകി, നിന്നെ വിട്ട് ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ ചെന്ന് രോഗാതുരമായ അവസ്ഥയിൽ സഹാബത്ത് പാട്ടുപാടുമായിരുന്നു. എന്നാണ് ആ മക്കയിലേക്ക് തിരിച്ചു പോവുക, ഇത് പുല്ലുകൾ മുളക്കുന്ന ആ നാട്ടിലേക്ക് എന്നാണ് തിരിച്ചു പോകാൻ പറ്റുക എന്ന് സ്വഹാബത്ത് മദീനയിൽ രോഗമാകുമ്പോൾ പാട്ടുപാടിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു അവരുടെ ദേശം. പക്ഷേ അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ് സുഹൃത്തുക്കളെ നമ്മുടെ വിശ്വാസം. ജീവിതമെന്ന് പറയുന്നത് തുച്ഛമായ കാലഘട്ടം മാത്രമാണ്. ആ കാലഘട്ടത്തിൽ ഒരു കളങ്കം പറ്റാതെ കാറിന് ചെറിയൊരു വര വീണാൽ നമുക്ക് വേദനയാണ്. നമ്മുടെ ഡ്രസ്സിനൊന്ന് ഒരു ഡോർമലുള്ള വല്ല സംഗതി ഒന്ന് കൊളത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കീറിയാൽ നമുക്ക് ഭയങ്കര വേദനയാണ്. തലയിലെ മുടിയൊന്ന് നരച്ചു തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ആദ്യം തുടങ്ങും. മുടി നരച്ചുപോയോ എന്ന് ചോദിച്ച വീഡിയോകളുടെ പിന്നാലെ നമ്മൾ ഓടും. അതിനൊക്കെ ഒരു പോറൽ സംഭവിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയാണ്. ഇന്നലെ അടിച്ച പെയിന്റിൽ കുട്ടികളൊരു പെൻസിലെടുത്ത് വരച്ചാൽ നമുക്ക് വേദനയാണ്. പക്ഷെ ദീനിന് വല്ല പോറലും സംഭവിക്കുമ്പോൾ ആർക്കെങ്കിലും വേദനയുണ്ടോ? സുഹൃത്തുക്കൾ, നാം ഏറ്റവും അധികം കണിശത കാണിക്കേണ്ടത് നമ്മുടെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ആ ദീന് അത് പാലിച്ച് ജീവിക്കാൻ, ഏറ്റവും ഉന്നതമായ കലിമത്തു ഷഹാദ അത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടപ്പോ ജീവ സംരക്ഷണത്തിന് വേണ്ടി അള്ളാന്റെ പെർമിഷനോടുകൂടെ സ്വഹാബത്ത് ഹിജ്റ പോയ ഒരു മാസമാണ് യഥാർത്ഥത്തിൽ മുഹറം എന്ന് പറയുന്നത്. മുഹറം തൊട്ടാണ് ഹിജ്റ പോക്ക് ആരംഭിച്ചത്. മുഹറത്തിൽ മാത്രമാണ് ഹിജ്റ പോയതെന്നല്ല, മറിച്ച് മുഹറം മാസം മുതൽക്കാണ് ഹിജ്റ പോക്ക് ആരംഭിച്ചത്. ആ ഹിജ്റയിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. മുഹറത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി, അതിനോട് കാണിക്കേണ്ട ആദരവ് നമ്മൾ മനസ്സിലാക്കി, അതിനോട് കാണിക്കുന്ന അനാദരവിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി. ഇനി ആ മുഹറത്തിൽ സംഭവിച്ച ഹിജ്റ, അതിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്. എല്ലാം ത്യജിച്ചുപോയ സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിതകാലം കൊണ്ട് സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടുപോയ സ്വഹൈബ് റളിയല്ലാഹു അൻഹു അതിർത്തിയിൽ വെച്ച് തടഞ്ഞു വെച്ചിട്ട് ഈ സമ്പത്തുമായിട്ട് നിനക്ക് ജീവനോടെ മദീനയിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ആ സമ്പത്ത് മുഴുവൻ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം മദീനയിലേക്ക് പോകുന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നീണ്ട 400 ചില്ലാനം കിലോമീറ്റർ സഹാബത്ത് പലായനം ചെയ്തു, കഴിക്കാൻ ഭക്ഷണമില്ലാതെ. ത്യാഗത്തിന്റെ കഥയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമ്മൾ ഉംറക്കൊക്കെ പോണ ആൾക്കാര് സിയാറ നടത്താറുണ്ട്. ആ സിയാറയുടെ സമയത്ത് നമ്മൾ ശീതീകരിച്ച AC ബസ്സിലാണ് യാതൊരു ക്ഷീണവും അനുഭവിക്കാതെ മണിക്കൂറുകൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണും കറുകറുത്ത ചരൽക്കല്ലുകൾ വാരി വിതറിയിട്ട മദീനയുടെ മലമടക്കുകളെ. ആ മലമടക്കുകളെ അന്ന് ഹൈവേകളില്ലാത്ത, ലൈറ്റ് ഹൌസുകളില്ലാത്ത, സെക്യൂരിറ്റി സിസ്റ്റം ഇല്ലാത്ത കാലത്ത് വാഹനം പോലും ഇല്ലാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കാൽനടയായി സഹാബത്ത് പലായനം ചെയ്തു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നു സിറിയയിൽ നിന്ന് 60 ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്ത ദൃശ്യങ്ങൾ. നമ്മൾ ഇപ്പോഴും നടക്കുന്ന പലായനങ്ങളുടെ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. കുട്ടികളെ വലിച്ചേച്ചു കൊണ്ടുപോകുന്ന, കാല് നടന്ന് പൊട്ടി രക്തം വാർന്നൊഴുകുന്ന ആ പിഞ്ചു മക്കള്. ഈ ഇന്ത്യ രാജ്യത്തിന് പോലും അങ്ങനത്തെ ഒരു ഗതികേടുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ജീവനെ ഭയന്ന് ഓടുന്ന സാഹചര്യത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പടച്ചോൻ അത്തരം അവസ്ഥയിൽ നിന്ന് നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വഹാബത്ത് അന്നത്തെ കാലത്ത് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഹിജ്റക്ക് എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി സഹോദരന്മാരെ. അതിലും നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ മുൻഗാമികൾ നടത്തിയ ആ ഒരു ത്യാഗത്തിൽ നമുക്കുള്ള പാഠമെന്ന് പറയുന്നത് ഇഖ്ലാസാണ്. അള്ളാന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയും മാത്രമാണ് അവരെല്ലാം ഹിജ്റക്ക് പോയിട്ടുള്ളത്. ഹിജ്റയുടെ സമയത്ത് റസൂലുള്ളാഹി ഇന്നമൽ അമാലു ബിന്നിയാത്ത്, നിയ്യത്തനുസരിച്ചിട്ടാണ് കേട്ടോ കൂലി എന്ന് സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ഇഖ്ലാസാണ്, വേറൊന്നും ഉദ്ദേശിച്ചില്ല. മദീനയിൽ പോയിട്ട് വലിയ ബിസിനസ്സുകാരനായി വലിയ പണക്കാരനായി തിരിച്ചു വന്നിട്ട് നമ്മളെ ഉപദ്രവിച്ചവരോ ഒന്ന് വെല്ലുവിളിക്കണം, അതിനല്ല അവർ പോയത്. മറിച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, പടച്ചറബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്. ഇഖ്ലാസ് നമ്മൾ കൈമുതലാക്കേണ്ട കാര്യം. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ പലപ്പോഴും അതിന്റെ കൂലി നഷ്ടപ്പെടുത്തി കളയാൻ ശൈത്താൻ നമ്മളെ പിന്നിൽ പണിയെടുക്കും. ഇഖ്ലാസ് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇഖ്ലാസ് നമ്മൾ കെട്ടിപ്പടുക്കുക എന്നുള്ള. രണ്ടാമത്തെ കാര്യം എന്താ, തൗഹീദിനോടുള്ള സ്നേഹം. അതൊന്നും ഇപ്പൊ നോക്കണ്ട, നമുക്കിപ്പോ ജീവിച്ചു പോണ്ടേ.
നമ്മൾ ദീനോ നോക്കിയാൽ ശരിയാവില്ല, തൽക്കാലം ഒരായിട്ടൊരു കോംപ്രമൈസ് ആയിട്ട് ഇവിടെ തന്നെ കൂടാം എന്നവർ തീരുമാനിച്ചില്ല. മനസ്സിലായോ? മറിച്ച് അവര് തൗഹീദിന് പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മണ്ണിനോടുള്ള സ്നേഹം പങ്കുവച്ചു. പക്ഷേ ആ മണ്ണിനോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണ് തൗഹീദിനോടുള്ള സ്നേഹം. അതുകൊണ്ട് പലായനം ചെയ്യാം. തൗഹീദിനോട് നമുക്ക് സ്നേഹമുണ്ടാകണം, അതിൽ കണിശത ഉണ്ടാകണം. ഒരു തരത്തിലുമുള്ള കോംപ്രമൈസ്, നമ്മൾ വീട് പണിയാണ്, യാത്രയാണ്, ബാപ്പ മരിച്ചതിന്റെ അനാചാരങ്ങളാണ്, നമ്മൾ മിണ്ടാതൊക്കെ, അങ്ങനല്ല. ശിർക്കും കുഫറുമായിട്ട് ഒരു കോംപ്രമൈസും ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. മൂന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, നബിയോടുള്ള സ്നേഹമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ വിശ്വസിച്ചതിന്റെ പേരിൽ എത്ര അധികം വേദനകളാണ് സ്വഹാബത്തിന് സഹിക്കേണ്ടി വന്നത്. ഇന്ന് പെണ്ണെ ഒന്ന് തട്ടം ഇടണം, അതാണ് നമ്മുടെ ദീൻ എന്ന് പറയുമ്പോൾ അതിന് നിനക്ക് പറ്റൂല എന്ന് പറയുന്ന ആൾക്കാര് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബിയുടെ കൂടെ ആയിരുന്നു ജീവിച്ചെങ്കിൽ എത്രയധികം ക്ലേശങ്ങളാണ് സ്വഹാബത്ത് സഹിച്ചത്. പട്ടിണിയും പീഡനങ്ങളും യാതനകളും എല്ലാം സഹിച്ചിട്ടാണ് അവർ ഈ ദീനിനെ മുറുകെ പിടിച്ചിട്ടുള്ളത്. നമുക്കിന്നിപ്പോ പൈസ ഉണ്ടാക്കാൻ പറയുന്ന രംഗത്ത് ദീനിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് ബാധകമല്ല, അല്ലെ? മറ്റു പല ആഘോഷങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ രംഗത്ത് ദീനിയായ ഉപദേശങ്ങൾ നമുക്ക് ബാധകമല്ലാത്തൊരവസ്ഥ യിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ എവിടെയാണ് നമ്മുടെ നബി സ്നേഹം, ദീനിനുള്ള കൂറ് എന്നൊക്കെ നമ്മൾ പരിശോധിക്കാം. സ്വഹാബത്ത് ഒന്നും നോക്കാതെ നബിയുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബിയുടെ കൂടെ അബൂബക്കർ ആയിരിക്കും ഹിജ്റക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ കരഞ്ഞുപോയി. കാരണം എന്താ? നാട് വിട്ടു പോവല്ലേ എന്നാലോചിച്ചിട്ടല്ല, നബിന്റെ കൂടെ പോകാൻ അവസരം കിട്ടിയല്ലോ എന്നോർത്തിട്ടാണ്. അതാണ് നബിയോടുള്ള അവർക്കുള്ള സ്നേഹം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള തവക്കുലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടിട്ട് ഞാൻ എടുക്കാം. നമ്മൾ കയ്യിലെത്താ ഉള്ളത്? കയ്യിൽ ഭക്ഷണമല്ല, ഡ്രസ്സില്ല, ഒന്നുമില്ല. പിന്നെ ഇതും കണ്ടിട്ട് എന്ത് കണ്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോണേ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. സുഹൃത്തുക്കൾ, അള്ളാഹിന്റെ മാർഗത്തിന് കണ്ട് ഇറങ്ങുമ്പോ ഒരു വിശ്വാസി അള്ളാഹുൽ ബരമേൽപ്പിക്കണം. അള്ളാഹുൽ തവക്കുലാക്കിയിട്ട് ഇറങ്ങാണ് സ്വഹാബത്ത് ചെയ്ത്. കയ്യിൽ നയാ പൈസ ഇല്ലാതെ അവർ ദീന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ അത് സുഹൃത്തുക്കളെ തവക്കുലാണ്. അല്ലെ? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മൾ ഇപ്പോ അൽ കഹ്ഫ് ഓതിയത് നാട് വിട്ടണ പോയക്കാണ്. ഗുഹയിൽ കയറിയിട്ട് അഭയം പ്രാപിച്ചപ്പോ അവർ പറഞ്ഞ വാക്കെന്താ? നിങ്ങൾ നാടും വീടും ഒക്കെ വിട്ട് ശിർക്കൊക്കെ വിട്ടു പോന്നാലേ നീ ഗുഹയിൽ കയറാ, പടച്ചോ നമുക്കൊരു വഴി കാണിച്ചു തരും. അടുത്ത 2-3 ആയത്തിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കി പോയിട്ട് അവരുടെ ആ ഒരു തവക്കുലിനും അവരുടെ ആ ഒരു റജായിനും അള്ള കൊടുത്ത പ്രതിഫലമാണ്, അതിനുള്ള ഉത്തരമാണ് അവർ ഉറക്കിക്കിടത്തിയതും ആ ഗുഹയെ സജ്ജീകരിച്ചതും. 309 കൊല്ലം ഉറങ്ങി എണീറ്റിട്ട് പിന്നെ നാട്ടിലേക്ക് ചെന്നപ്പോ ആ രാജാക്കന്മാർ അവരെ സ്വീകരിച്ചതും ആ നാട്ടുകാർ അവരെ ബഹുമാനിച്ചൊക്കെ അവരുടെ ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷയും തവക്കുലുമാണ് ഹിജ്റയിൽ നമുക്കുള്ള ഏറ്റവും വലിയ പാഠം. ആറാമത്തെ കാര്യം പിന്നെ സഹവാസത്തിലുള്ള പ്രോത്സാഹനമാണ്. മനസ്സിലായേ? പണം നോക്കിയിട്ടോ മറ്റ് സൗന്ദര്യം നോക്കിയിട്ടോ അല്ല, വിശ്വാസത്തിന്റെ പേരിൽ പരസ്പരമുള്ള ആ ഒരു ഇണക്കം, ആ ഒരു സാഹോദര്യം. മക്കയിൽ നിന്ന് വന്ന പട്ടിണി പാവങ്ങളെ മദീനയിലെ ധനാഢ്യന്മാർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അല്ലെ? ഈഗോ ആണ് പലപ്പോഴും. പൈസക്കാരനെന്നുള്ളൊരു ഈഗോ. എന്നെ എല്ലാവരും ആദരിക്കണം, ബഹുമാനിക്കണം, എന്റെ മുമ്പിൽ എല്ലാവരും മുട്ടുമടക്കണം, അങ്ങനെ ഒരു ഈഗോ. സുഹൃത്തുക്കളെ, സ്വഹാബത്തിന് അങ്ങനെ ഒരു ഈഗോ ഉണ്ടായിട്ടില്ല. വലിയ വലിയ പൈസക്കാരാണ് മദീനയിലുള്ളത്. അവർ ഈ പട്ടിണി പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവുമാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മദീനയിലേക്ക് പോയി 2 കൊല്ലം ഒരുപാട് അവിടെയും കഷ്ടപ്പെട്ടു. പിന്നീട് പടച്ചറബ് സുബ്ഹാനഹു വ തആല വിജയം കൊടുക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ദീനിനോട് ദേഷ്യം പിടിക്കാം, ദീന് വലിച്ചെറിഞ്ഞു പോവുക എന്നതല്ല, ക്ഷമയാണ്. നീണ്ട 15 കൊല്ലമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചത്. 13 കൊല്ലം മക്കത്തും 2 കൊല്ലം മദീനത്തും അങ്ങേയറ്റം ക്ഷമിച്ച് സഹിച്ച് അതിനുശേഷമാണ് ബദറിനുള്ള അനുവാദമുണ്ടാകുന്നതും ബദറോടുകൂടെയാണ് മക്കക്കാർക്കൊരു അടക്കം ഒതുക്കം ഉണ്ടാകുന്നതും. അതുകൊണ്ട് ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ പരിശ്രമിക്കുക. തിരക്ക് പിടിച്ച ഈ കാലത്ത് ചരിത്രങ്ങളൊക്കെ ഒന്ന് വായിച്ചു പഠിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിനും അള്ളാഹു ഖൈറും ബർക്കത്തും കൺകുടർമയും ഏറ്റി നൽകട്ടെ. നമ്മുടെ പാപങ്ങളുടെ പേരിൽ നമുക്കുള്ള മുസീബത്തുകൾ അള്ളാഹു തടുക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളെല്ലാം അള്ളാഹു മറച്ചുവെക്കുകയും മായ്ച്ചു കളയുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിലേക്ക് മനസ്സറിഞ്ഞിറങ്ങാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഈ രംഗത്തുള്ള ക്ഷീണവും അലസതയും ആലസ്യവും ഒക്കെ പടച്ചറബ് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുമാറാവട്ടെ. ദീനിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ദീനുള്ള മക്കളാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തെ ഏറ്റവും നല്ല ഉസ്ര സഈദയാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാവിന് ആജിൽ സമ്മാനിക്കട്ടെ. മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വതന്ത്രവും നിർഭയത്വവും ജനാധിപത്യവും നിലനിർത്തുമാറാവട്ടെ. രാജ്യത്തിന്റെ അധികാരം ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കാവലാളുകൾക്ക് പടച്ചറബ് തിരിച്ചു നൽകുമാറാവട്ടെ. ലോക
ലോകത്തുടനീളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസവും സ്വാതന്ത്ര്യവും നൽകുമാറാവട്ടെ. മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിധേയരാക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് പടച്ചറബ് കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തുടനീളം സമാധാന അന്തരീക്ഷം അല്ലാഹു പുനഃസ്ഥാപിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.